നമ്മൾ ഈ പാലിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സംഗതിയുണ്ട്, സ്വഭാവമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ കുട്ടിക്ക് മുല കൊടുക്കുന്ന സമയത്ത് ഉമ്മയുടെ നിലപാടുകൾ, ഉമ്മയുടെ ചിന്തകൾ, ഉമ്മയുടെ നോട്ടം, ശ്രദ്ധ, ആലോചന ഇതെല്ലാം കുട്ടിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ പാലിലൂടെ സ്വഭാവ കൈമാറ്റം നടത്തുന്നു. വളർത്തുജീവികളെ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ ആടാണെന്നാണ്. അപ്പോൾ ആട്ടിൻ പാലിന് ആടിൻ്റെ സ്വഭാവം, ദേഷ്യം പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് ആടിൻ്റെ ഏറ്റവും ഗുണപ്രദമായ സ്വഭാവം എന്ന് പറയുന്നത്. എങ്ങനെയായാലും ദേഷ്യം വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പാലിന്, ആടിൻ പാലിനുണ്ട്. ഭൗതിക തലത്തിൽ നമ്മൾ പറയുമ്പോൾ ആടിൻ പാല് കഫക്കെട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കുട്ടികളിൽ. അപ്പോൾ അതിന് പരിഹാരമായിട്ട് നല്ല നാടൻ മഞ്ഞളിൻ്റെ പൊടി ഒരു 1/2 സ്പൂണ് തിളപ്പിക്കുന്ന സമയത്ത് അതിൽ ചേർത്താൽ മതി. പാലിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേണം തിളപ്പിക്കാൻ. 1 ഗ്ലാസ് പാലിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിക്കണം. എന്നിട്ടത് 1 ഗ്ലാസ് വറ്റി, അപ്പോൾ 2 ഗ്ലാസ് ഉണ്ടാവും. അതാണ് പല പ്രാവശ്യമായി ഭാഗിച്ച് കഴിക്കേണ്ടതും കുട്ടികൾക്ക് കൊടുക്കേണ്ടതും. അങ്ങനെ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. എന്നാൽ അതിലുള്ള എല്ലാ ദോഷങ്ങളും തീരുകയും അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അധികം വൈകാതെയാണ് പാല് കഴിക്കേണ്ടത്. കറന്നെടുത്ത ഉടനെ ആണെങ്കിൽ വളരെ ഫസ്റ്റായി, സമയം വൈകുന്നതിനനുസരിച്ച് അതിൻ്റെ ഗുണമൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഉറക്കം എന്നുള്ളത് മനുഷ്യന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഈ ഉറക്കവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പറയുന്നു ഉറക്കം തീരെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നേരെ എതിരായിട്ട് പകൽ വെറുതെ ഇരിക്കുമ്പോഴും ഉറങ്ങിപ്പോകുന്നു, രാത്രി ഉറങ്ങാൻ കിടന്ന് രാവിലെ പുലർച്ചെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്ന്, ഉറക്കം അധികരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഈ ഉറക്കത്തിൻ്റെ ഒരു മാനദണ്ഡം അത് ഇസ്ലാം എങ്ങനെയാണ് ഉറക്കത്തെക്കുറിച്ച് കാണുന്നത്? ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു, അതുപോലെ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു തൻ്റെ അവാരിഫുൽ മാരിഫിലുമൊക്കെ ഉറക്കത്തെ പറ്റി പറയുന്ന അധ്യായങ്ങളുണ്ട്. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ, 24 മണിക്കൂറിൽ 8 മണിക്കൂറാണ് ഒരാൾ കൃത്യമായി ഉറങ്ങേണ്ടത് എന്ന് ഇഹിയയിലുണ്ട്, അവാരിഫുൽ മാരിഫിലും പറഞ്ഞിട്ടുണ്ട്. പരിശീലനത്തിലൂടെ 8 മണിക്കൂറിനെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അങ്ങനെ പരിശീലിച്ച ആളുകൾക്ക് 8 മണിക്കൂർ എന്നുള്ളത് ബാധകമല്ല. ഒരാൾ 8 മണിക്കൂർ ഉറങ്ങിയാൽ തന്നെ ജീവിതത്തിൻ്റെ 1/3 ഭാഗം അയാൾ ഉറക്കത്തിലായിരിക്കും. 8 മണിക്കൂറിൽ കൂടുതൽ എത്ര ഉണ്ടോ അതൊക്കെ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ അവൻ ഉറക്കത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാക്സിമം ഉറങ്ങാവുന്ന സമയം 24 മണിക്കൂറിൽ പകലും രാത്രിയിലുമായി 8 മണിക്കൂറാണ്. രാത്രിയിൽ നിന്ന് അല്പം പോയിട്ടുണ്ടെങ്കിൽ അത്രയും സമയം പകൽ ഉറങ്ങാവുന്നതാണ്. അങ്ങനെ രാത്രിയും പകലും 24 മണിക്കൂറിൻ്റെ ഇടയിൽ 8 മണിക്കൂർ എന്നതാണ് ശീലിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് പരിശീലനത്തിലൂടെ കുറച്ച് കൊണ്ടുവരാം. പരിശീലനത്തിലൂടെ കുറച്ച് കൊണ്ടുവന്ന ആൾക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വളരെ കുറഞ്ഞ സമയമാണ് ഉറങ്ങാറുണ്ടായിരുന്നത്. പരിശീലനമാണ്. ഒരു പക്ഷേ അവരുടെ കുടുംബമൊക്കെ ഏകദേശം അങ്ങനെ ആയിരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പരിശീലനത്തിലൂടെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതാണ് ഇസ്ലാമികമായ ആ വിഷയത്തിലുള്ള ഒരു കണക്കായി പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഉറക്കത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ്റെ ജീവിതചര്യയെ ഒരുപാട് പിൻപറ്റുന്ന ആളുകൾ നിലക്ക് പ്രവാചകൻ്റെ ഉറക്ക ശീലങ്ങൾ എങ്ങനെയായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കം വരുമ്പോഴെല്ലാം ഉറങ്ങുമായിരുന്നു. രാത്രി പകലെന്നൊന്നുമില്ല, ഉറക്കം വന്നാൽ ഉറങ്ങും. തലയണ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ കൈയാണ് തലയണയായിട്ട് ഉപയോഗിച്ചിരുന്നത്. തറയിൽ കിടന്നുറങ്ങാറുണ്ടായിരുന്നില്ല, പായ വിരിച്ചിട്ട് അതിൽ കിടന്നാണ് ഉറങ്ങാറുള്ളത്. മണലിലോ അല്ലെങ്കിൽ ടൈലിലോ അങ്ങനെ സിമെൻറ്റിലോ ഒന്നും ഉറങ്ങൂല, പായ വിരിച്ച്. പിന്നെ കട്ടിൽ എന്ന ഒരു സിസ്റ്റം അന്ന് വല്ലാതെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നില്ല. പായ വിരിച്ച് അതിൽ കിടന്നുറങ്ങുന്ന ശീലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. 8 മണിക്കൂർ ഉറങ്ങണം, വേണമെങ്കിൽ ശീലം കൊണ്ട് കുറച്ച് വരാം എന്ന് പറഞ്ഞു. എങ്കിലും ഒരു സാധാരണ രീതിയിൽ മനുഷ്യന് ഉറക്കം അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ എത്ര സമയം വരെ ഉറങ്ങാം എന്നുണ്ടോ? അനുവാദം, അനുവദനീയം, ഹലാൽ എന്നുള്ളതിലേക്ക് വരുമ്പോൾ ആവശ്യമുള്ള അത്രയും ഉറങ്ങൽ ഹലാലാണ് എന്ന് വരും. പക്ഷെ അതിൻ്റെ ഒരു ആരോഗ്യവശം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, അമിതമായ ഉറക്കം മനുഷ്യന് മടിയുണ്ടാക്കി തീർക്കും. നേരത്തെ സലാം ഖാൻ്റെ ചോദ്യത്തിലുള്ള ഒരു ചിലർക്ക് അമിതമായ ഉറക്കമുണ്ട്, ചിലർക്ക് തീരെ ഉറക്കമല്ല. തീരെ ഉറക്കമല്ല എന്ന് പറയുന്നത് ചില ചിന്തകളായിരിക്കും അതിൻ്റെ കാരണം. അമിതമായ ഉറക്കത്തിൻ്റെ കാരണം അമിതമായ വെള്ളം കുടിയാണ്.
അമിതമായി വെള്ളം കുടിക്കാൻ കാരണം അമിതമായി ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നു, അക്കാരണത്താൽ അമിതമായി വെള്ളം കുടിക്കുന്നു, അതുകൊണ്ട് അമിതമായി ഉറങ്ങുന്നു. അപ്പോൾ ഒരു പരിധി വിട്ട ഉറക്കത്തിൻ്റെ കാരണം ധാരാളമായി വെള്ളം കുടിക്കുന്നു എന്നുള്ളതാണ്. വെള്ളം കുടിക്കണം. ഭക്ഷണം എത്രയാണോ അത്രയാണ് വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ വെള്ളം കുറയണമെങ്കിൽ ഭക്ഷണം കുറയേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെ അടിയിക്ക് വരുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു എന്നാണ്. നേർക്ക് നേരെയുള്ള കാരണം എടുത്താൽ കൂടുതൽ വെള്ളം കുടിക്കുന്നു എന്നുള്ളതാണ് ഉറക്കം കൂടുന്നതിൻ്റെ കാരണം. പിന്നെ പ്രായം കൂടുതലായി വരുന്നതിനനുസരിച്ച് ഉറക്കം കുറഞ്ഞു വരും. അതൊരു അസുഖമായി കാണേണ്ടതില്ല. ആ സമയം ഇബാദത്തുകൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ മതി. പിന്നെ അതിൽ അനുബന്ധമായിട്ട് പറയാനുള്ള ഒരു കാര്യം, കിടന്ന് ഉറങ്ങരുത്, ഉറങ്ങിക്കിടക്കണം. അതായത് നമ്മളിങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് കടന്നു, ഉറക്കമൊന്നും വരുന്നില്ല, പിന്നെ ഇങ്ങനെ അതുകൊണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അധ്വാനിക്കുക, അങ്ങനെ ഉണ്ടാവരുത്. സമയമായി കിടന്നു, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ഖുർആൻ ഓതുക, ദുആ ചെയ്യുക, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഉറങ്ങി പോവുക. അതാണ്. അല്ലാതെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഉറക്കം വന്നിട്ട് മറിയണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ച് നമ്മളെ സമയമാകുമ്പോൾ നമ്മൾ കിടക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഉറക്കം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അസ്വസ്ഥരാവേണ്ടതില്ല. ഉറക്കം വരുന്നത് വരെയും ഇബാദത്തുകൾ ചെയ്യുക, ദിക്ർ, സ്വലാത്ത് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോഴാണ് ഉറങ്ങിയതെന്ന് അറിഞ്ഞില്ല. അങ്ങനെ ഒരു രീതിയാണ് ശരിക്കും ഉണ്ടാവേണ്ടത്. അപ്പോൾ ദിക്ർ, സ്വലാത്തൊക്കെ ഉറക്കത്തിൻ്റെ ആ സമയത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലണമെന്ന് പറഞ്ഞു. വിശ്വാസികൾ എന്ന നിലക്ക് ഇത് മാത്രമല്ല, ഒരുപാട് മര്യാദകളുണ്ടാവും ഉറക്കവുമായി ബന്ധപ്പെട്ട്. എന്തൊക്കെയാണ്? അല്പം ദീർഘമായി പറയേണ്ട ഒരു കാര്യമാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ചുരുക്കി പറയാം. ഉറങ്ങാൻ വേണ്ടി ആദ്യമായിട്ട് ഒരാൾ ഉദ്ദേശിച്ചാൽ ആദ്യം ഫസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും ഉള്ളതുപോലെ എന്തിനാണ് ഉറക്കം എന്നത് നിയ്യത്ത് ചെയ്യണം. ഉണർന്നതിന് ശേഷം ഉന്മേഷത്തോടുകൂടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉറങ്ങുന്നത് എന്ന് നിയ്യത്ത് ചെയ്യണം. രണ്ടാമത്തത് പല്ല് തേക്കണം. മൂന്നാമത്തേത് ശരീരത്തിൻ്റെ വെളുത്ത പ്രതലങ്ങളെ കഴുകി വൃത്തിയാക്കണമെന്ന് ഭൗതികമായി പറയാം. ആത്മീയമായി പറയുമ്പോൾ അതുണ്ടാക്കണം. കയ്യിൻ്റെ അടിഭാഗം, കാലിൻ്റെ അടിഭാഗം, മുഖം, 3 ഭാഗങ്ങൾക്കാണ് വെളുത്ത പ്രതലങ്ങൾ എന്ന് പറയുന്നത്. ഈ 3ഉം കഴുകി വൃത്തിയാക്കണം. നമ്മളെ ഭാഷയിൽ പറയുമ്പോൾ ഓതുണ്ടാക്കണം. നാലാമത്തേത് നല്ല വസ്ത്രം ധരിക്കണം. നമ്മൾ സാധാരണ ഇതിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഏറ്റവും മോശപ്പെട്ട വസ്ത്രമാണ് ധരിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു പുതിയ കൂട്ട് വസ്ത്രമുണ്ടായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. കാരണം ഒരാൾ ഈ ഉറക്കം ഒരു ചെറിയ മരണമാണ്, പിന്നുള്ളതൊരു പുനർജന്മമാണ്. അപ്പോൾ മരിക്കുമ്പോൾ ഒരു നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫിലോസഫി. എന്ന് കരുതിയിട്ട് നമ്മൾ നല്ല കോട്ടൊക്കെ ഇട്ടിട്ട് ഉറങ്ങണം എന്നല്ല ഈ പറഞ്ഞത്. പക്ഷേ ഒരു വൃത്തിയുള്ള ഒരു നല്ല ലുങ്കി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വാതിലടക്കണം. വാതിലൊരിക്കലും തുറന്നിട്ട് ഉറങ്ങാൻ പാടില്ല. ഭക്ഷണം മൂടി വെക്കണം. അത് ഉറക്കത്തിൻ്റെ മര്യാദയാണ്. ഉറക്കവും ഭക്ഷണവും അത് തമ്മിൽ വലിയ ബന്ധമുണ്ട്. അപ്പോൾ ഭക്ഷണങ്ങൾ മൂടി വെക്കണം. വിളക്ക് കെടുത്തണം. 0 ബൾബാണെങ്കിലും പഴയ കാലത്ത് കല്ലിൽ എണ്ണൊഴിച്ച് അതിൽ തിരിയിട്ട് കത്തിക്കുന്ന വിളക്ക് എലികൾ കടിച്ചു കൊണ്ടുപോയി വീട് കത്തിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യാഖ്യാനിക്കാമെങ്കിലും ഈ ഹദീസിനോടുള്ള ഇത്തിബാഗ്, അതിനോടുള്ള പിന്തുടർച്ച എന്നുള്ള നിലയിൽ മുഴുവൻ വിളക്കുകളും ഉറങ്ങുന്ന സമയത്ത് അണക്കണം. വീടിൻ്റെ മൊത്തത്തിലുള്ള വാതിൽ പൂട്ടണം എന്നാണ് ആദ്യം പറഞ്ഞത്. റൂമിൻ്റെ വാതിൽ ഒരാൾ തനിച്ചല്ലെങ്കിൽ അടക്കണം. ഒരാൾ തനിച്ചാണെങ്കിൽ അടക്കേണ്ടതില്ല, ഒരുപാട് അസൗകര്യങ്ങളുണ്ടാവും. പിന്നെ വേണ്ടത് വിരിപ്പ് 3 പ്രാവശ്യം കുടഞ്ഞ് മനോഹരമായി വിരിക്കണം. വിരിപ്പിലുണ്ടാവുന്ന മടക്കുകൾ രാവിലെ അസ്വസ്ഥത ഉണ്ടാക്കും. നമ്മൾ നേരത്തെ വിരിച്ചിട്ടതാണെങ്കിലും അത് എടുത്തിട്ട് 3 പ്രാവശ്യം കുടയണം. ശരീരവേദനകളൊക്കെ വിരിപ്പ് കുടയുന്നതിലൂടെ മാറിപ്പോകും. ഈ വിരിച്ചിട്ട വിരിപ്പിൽ നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാവുക. അത് കുടയുന്നതിലൂടെ പോസിറ്റീവ് എനർജി വരും. അപ്പോൾ പോസിറ്റീവ് എനർജിയുള്ള സ്ഥലത്തേക്ക് കിടക്കാവും. അപ്പോൾ മനോഹരമായി മടക്കില്ലാതെ നന്നായി വിരിച്ചതിന് ശേഷം അതിൽ വളരെ ഭംഗിയായിട്ട് കിടക്കണം. കിടക്കുന്നതിന് മുമ്പ് പിന്നെ ഒരു ഫാത്തിഹ, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ റബ്ബിൽ ഫലക്ക്, ഖുൽ റബ്ബിൻ നാസ് ഓതിയിട്ട് കയ്യിൽ ഓതിയിട്ട് ശരീരം തടവണം. ഒന്നും കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ റബ്ബിൽ ഫലക്ക്, ഖുൽ റബ്ബിൻ നാസ് ഊതിയിട്ട് തടവണം. ഒരു പ്രാവശ്യം കൂടിയും ഇതേപോലെ ചെയ്തിട്ട് തടവണം. ഒരു ആയത്തുൽ കുർസി ഓതി വലത് ഭാഗം ചെരിഞ്ഞ് കിടക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. അല്ലെങ്കിൽ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫഇൻ അർസൽതഹ ഫഹ്ഫദ്ഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ മുഴുവൻ ചൊല്ലാൻ അറിയുന്നവരത് ചൊല്ലുക. അല്ലാത്തൊരു ബിസ്മി ചൊല്ലിയിട്ട് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് ദിക്റും സലാത്തും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അറിയാതെ ഉറങ്ങിപ്പോവുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ എന്ന് പറയുക.